ഒരു തരത്തിലും സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢപ്രതിജ്ഞയെടുത്ത ചിലർ സേനയ്ക്ക് ഇന്നും അപമാനമായി ഉണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സമീപം ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മംഗലാപുരം സ്വദേശി അബ്ദുൽ സത്താറിനാണ് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ താമസ സ്ഥലത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പോലീസ് പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ വിട്ടു നൽകാത്തത് മൂലമാണ് ആത്മഹത്യയെന്ന് ആരോപിച്ച ഓട്ടോ തൊഴിലാളികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. അബ്ദുൽ സത്താറിന്റെ ഓട്ടോ കസ്റ്റഡിയിലെടുത്ത കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലെ എസ് ഐ അനൂപിനെ സ്ഥലം മാറ്റി. ഇവരെന്നെ ടോർച്ചർ ചെയ്യാണ് പോലീസുകാർ. ഇന്ന് വാ നാളെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി SP ഓഫീസിൽ കംപ്ലൈൻറ്റുമായിട്ട്. ഇവിടുത്തെ ആ റിസപ്ഷൻ പറഞ്ഞ് അടിക്കുന്നു. അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തെന്നറിയില്ല. പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് DYSPൻ്റെ അടുത്ത് പോകും. അങ്ങനെ DYSPൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയില്ല. അകാരണമായി തന്റെ ഓട്ടോ പോലീസ് പിടിച്ചുവെച്ചുവെന്നും മറ്റ് മാർഗമില്ലാത്തതിനാൽ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും ഫേസ്ബുക്കിൽ അബ്ദുൽ സത്താർ പോസ്റ്റ് ചെയ്തു. പിന്നാലെ സുഹൃത്തുക്കൾ നടത്തിയ തെരച്ചിലിലാണ് ഇന്ന് ഉച്ചയോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ക്വാർട്ടേഴ്സിൽ അബ്ദുൽ സത്താറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച വണ്ടി പിടിച്ചതാണ്. ആ പിടിച്ച ശേഷം പല കാരണങ്ങൾ ഓർത്ത് ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിടും. ഇവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞ് പൊല്യൂഷൻ പേപ്പർ കൊണ്ടുപോകണം. അതിൽ 7 മാസമായ പുതിയ വണ്ടിക്ക് എന്ത് പൊല്യൂഷൻ പേപ്പർ എന്ന് പറഞ്ഞ് വീണ്ടും അയാൾ തിരിച്ചു പോയി. അങ്ങനെ ടോർച്ചർ ചെയ്യാണ്. ഇതിനല്ല അയാൾ പല ഡ്രൈവർമാർ പല രീതിയിലും ടോർച്ചർ ചെയ്തുകൊണ്ടുണ്ട്. ഗതാഗതക്കുരുക്കുണ്ടാക്കിയെന്നാരോപിച്ച് വ്യാഴാഴ്ചയാണ് അബ്ദുൽ സത്താറിന്റെ ഓട്ടോ പോലീസ് പിടിച്ചെടുത്തത്. പെറ്റിയടച്ച ഓട്ടോ വിട്ടു നൽകാമെന്നിരിക്കെ SI അനൂപ് ഇതിന് തയ്യാറായില്ല. DYSPയുടെ നിർദ്ദേശം പോലും SI തള്ളി. മറ്റു മാർഗമില്ലാതെ സത്താർ ആത്മഹത്യ ചെയ്തെന്നാണ് പരാതി. SI അനൂപിനെതിരെ നടപടി ആവശ്യപ്പെട്ട ഓട്ടോ തൊഴിലാളികൾ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിച്ചു. വിഷയത്തിലിടപെട്ട ജില്ലാ പോലീസ് മേധാവി D ശിൽപ ആരോപണ വിധേയനായ SIയെ സ്ഥലം മാറ്റി. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. 24 കാസർഗോഡ്.